ഹായ് ഹലോ അസ്സാം വലൈക്കും. അസ്ഫറുനിസ 27 എന്ന് പറഞ്ഞ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഓരോ സപ്പോർട്ടുമാണ് എൻ്റെ വിജയം, എൻ്റെ മക്കളുടെയും വിജയം. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇപ്പോൾ എവിടെയുള്ളത് അറിയോ? സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി മീറ്റപ്പിന് പങ്കെടുക്കാൻ പോയതാട്ടോ. അതും നിങ്ങൾ കാരണം, എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും ഓരോ ഫോളോവേഴ്സും കാരണമാണ് ഞാൻ ഈ ഒരു വേദിയിൽ ഗസ്റ്റായിട്ട് പങ്കെടുക്കാനുള്ള ഒറ്റ കാരണം. അപ്പോൾ ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ ഈസി കുക്കാണ് എൻ്റെ ഒരു പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും കൂടി കേട്ടോ ഇത് സ്പോൺസർ ചെയ്തത്. ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ സ്പോർട്സ് മന്ത്രി ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാട്ടോ ഞാൻ മന്ത്രീനെ കാണുന്നത്. എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മന്ത്രി ആവണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയപ്പോൾ മന്ത്രീനെ കാണാനും പറ്റിയിട്ടോ. ഞാൻ ഇതുവരെ വീഡിയോസിലാട്ടോ മന്ത്രിമാരെ കണ്ടത്. അതുപോലെ സാജിദ അതാട്ടോ. അപ്പോൾ ആരും ചിരിക്കണ്ട, എന്നെ പഠിപ്പിച്ച അധ്യാപകരോട് ചോദിച്ചാലറിയാം. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച അധ്യാപകർ എന്നോട് ചോദിച്ചപ്പോൾ അന്ന് എനിക്ക് മന്ത്രിയാവാനാണ് ആഗ്രഹം. അതൊന്നുകൊണ്ടൊന്നുമല്ല കേട്ടോ. അന്ന് ഒരുപാട് ആൾക്കാർ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഞാനത് ചിന്തിച്ച്. ഇന്നും ആഗ്രഹമില്ലാതല്ല കേട്ടോ, എന്നെങ്കിലും ഒരിക്കൽ ആവും എന്ന് മനസ്സിലിങ്ങനെ ചിലപ്പോൾ വിചാരിക്കലുണ്ട് കേട്ടോ. നിങ്ങൾ ട്രോളാൻ വേണ്ടിയിട്ട് പറയുന്നൊന്നല്ല കേട്ടോ, അതൊരാഗ്രഹമാണ്. ആഗ്രഹങ്ങൾ നടക്കാത്ത എത്ര വ്യക്തികളുണ്ട്. അത് വിചാരിച്ചിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ മാറ്റി വെക്കും, അത് ആഗ്രഹം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും മന്ത്രീനെ കാണാൻ പറ്റി, അത് സ്പോർട്സ് മന്ത്രീനെ. ഒത്തിരി സന്തോഷം. അത് നേരിൽ കാണുക, ഒരു സദസ്സിൽ പങ്കെടുക്കുക, അവരെ പോലെ നമ്മളും ഗസ്റ്റായിട്ട് വരിക, അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. നിങ്ങൾ കാരണം മാത്രമാട്ടോ ഞാൻ പിന്നെയും പറയാം. അപ്പം നിങ്ങൾ ഓരോ ആൾക്കാരും ഇന്നെ സബ് ചെയ്ത പോലെ ഇതിലും ലൈക്ക് അടിക്കണം. എന്താ വെച്ചാൽ ഇത് നിങ്ങളും കൂടിയുള്ള വിജയമാണ്. നിങ്ങളെ ഓരോ സപ്പോർട്ടുമാണ് ഇന്നിവിടെ എത്തിച്ച്. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാതെ ഇത് കാണരുത് കേട്ടോ. ആര് കാണുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്ത പോലെ തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ എല്ലാവർക്കും പിന്നെ മന്ത്രി ഓരോരുത്തർക്കും അതിൻ്റെ മൊമെൻറ്റോകൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പലർക്കും പല ആൾക്കാരാണ് കൊടുത്തിട്ടോ. മന്ത്രിക്ക് തിരക്കുകൾ കാരണം പ്രധാനപ്പെട്ട ആൾക്കാർക്കായിരുന്നു മൊമെൻറ്റോ കൊടുത്ത്. അപ്പം മന്ത്രിക്കും അതുപോലെ ഇതിൻ്റെ അഡ്മിൻമാനായിട്ടുള്ള ആൾക്കാർ മൊമെൻറ്റോ എടുത്തിട്ടോ. അങ്ങനെ ഒരുപാട് മൊമെൻറ്റോകൾ വിതരണം തന്നെ കേട്ടോ ഈ ഒരു പ്രോഗ്രാം. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളിലൂടെയുള്ളൊരു ദിവസം. എനിക്ക് പനിയായിട്ട് പോലും ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ആ പനി പോലും വകവെക്കാതെ കേട്ടോ. ഇപ്പം ഈ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ സത്യത്തിൽ സൈഡായിട്ടിരിക്കുക കേട്ടോ. പനിച്ചിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. ജോലിക്ക് പോവുക, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത് പോയി. അതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തല്ലോ അല്ലേ ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഏതായാലും നിങ്ങളൊക്കെ എന്നെ ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. നമ്മൾ ഷഹീറ കേട്ടോ എന്നെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഇതിലേക്ക് ക്ഷണിക്കുന്നതും ഒക്കെ നമ്മൾ ഷഹീറാണ്. അതുപോലെ ഇതിൻ്റെ അഡ്മിന്മാരായിട്ടുള്ള വേറെ ആൾക്കാർ, നമ്മളെ ഷാജിദൻ്റെ മോൻ കേട്ടോ. അവന് ട്രോഫി പിടിച്ചിട്ടുള്ള വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് എടുത്തതാട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ പേര് പോലും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും നിങ്ങളറിയുന്ന ആൾക്കാരൊക്കെ കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൊമെൻറ്റോ കൊടുക്കുന്നുണ്ടായിരുന്നു. സാജിദക്ക് മൊമെൻറ്റോ കൊടുക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് മൊമെൻറ്റോ കൊടുക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിടിലാമ്മിച്ചിൻ്റെ കൂടെ സെൽഫി എടുക്കാൻ പറ്റി. ഒരു മലപ്പുറം താത്തൻ്റെ, ആ താത്തൻ്റെ കൂടെ സെൽഫി എടുക്കാൻ പറ്റി. ഒരുപാട് ഷാവോയ്സിൻ്റെ കൂടെ സെൽഫി എടുക്കാൻ പറ്റി. അവരൊക്കെ ഡാൻസ് കളിക്കുന്നതൊക്കെ വൈബ് കഴിഞ്ഞിട്ടോ ഒക്കെ ഞാൻ വീഡിയോയിൽ ഷോർട്ടായിട്ടൊക്കെ ഉൾപ്പെടുത്താം. അതുപോലെ മജീദ് മഞ്ചേരിയില്ലേ, അവനൊക്കെ പാട്ട് പാടുന്നത് ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിയുന്ന പോലെ ഞാൻ ഇടാട്ടോ. ഓരോ ദിവസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഫുൾ സപ്പോർട്ട് നിങ്ങളത് വേണം കേട്ടോ. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അത് മേലെ ചേളാരി ഒരു കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം നടന്ന്. നമ്മൾ ഷാവോയ്സ് വെള്ളം കുടിക്കുകയായിരുന്നു. അവന് ഡാൻസൊക്കെ കളിച്ച് വിയർത്തിട്ട്
ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂടെയൊക്കെ വീഡിയോ എടുത്തിട്ടെന്ന് എനിക്ക് തോന്നി. അതൊക്കെ ഞാൻ ഓരോന്ന് നോക്കി അപ്ലോഡ് ചെയ്യാം കേട്ടോ. എൻ്റെ മോള് ഐഷമോള് കണ്ടോ, അവിടെ നല്ലൊരു പാർക്കുണ്ട് കേട്ടോ. ആ പാർക്കിലിരുന്നെങ്ങാണ്ട് അവിടെ നിന്ന് പോരുന്നില്ലായിരുന്നു. ഞാൻ പ്രോഗ്രാമിൻ്റെ ഇടയിൽ കൂടെ അവൾ എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളെ കൂടെ കമ്പനിയായിട്ട് അവിടെ ഊഞ്ഞാലാടി കളിക്കാം കേട്ടോ. എന്താ പറയുക, മക്കൾക്ക് പറ്റിയ പാർക്ക്, പൂളിൻ്റെ വീഡിയോ ഒക്കെ അതിൽ വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോളി, നല്ലൊരു സൗകര്യങ്ങൾ. അതുപോലെ ആഷിക്ക്, അസ്കുക്ക, എന്താ പറയുക, പേര് ഞാൻ ആരതും പറയണ്ടാലേ, അതാണ് നല്ലത്. പിന്നെ എല്ലാവർക്കും പരാതിയാവും, എല്ലാവരും സെലിബ്രിറ്റികളല്ലേ, അപ്പോൾ ആരെ പേര് ഞാൻ പറയാത്തന്നല്ല. നമ്മളെ ഷാജിദാൻ്റെ മക്കൾ നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അജുവ ഒരു ഡാൻസ് കളിക്കാനൊന്നും നിന്നില്ല, എല്ലാം കണ്ട് ആസ്വദിച്ച് പോകുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. വെജിറ്റബിൾ ബിരിയാണി, അതുപോലെ കടായി, മുന്തിരി അച്ചാർ, സാലഡ്, അടിപൊളി, നല്ല ടേസ്റ്റ് കേട്ടോ. മോള് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഫുഡൊക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ വലിയ ഹോൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ കേട്ടോ. ഇവരെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഇന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ആ നമ്പർ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാനാണെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അടിപൊളി ഒരു ഭക്ഷണവും പ്രോഗ്രാമും ഒക്കെ എൻജോയ് ചെയ്തിട്ടോ എല്ലാവരും. പിന്നെ എനിക്ക് ഈ ചാടുക ഓടുക എന്നുള്ള പരിപാടിയൊന്നും എനിക്കില്ല, പക്ഷെ എല്ലാവരും കളിക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ. പിന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ അന്നൊക്കെ ഇപ്പോഴത്തെ ചിന്താഗതികളെ മാറിയില്ലേ. നമ്മളെ മാനസികാവസ്ഥ തന്നെ മാറുമ്പോൾ നമുക്കിതിലൊക്കെ എൻജോയ്മെൻറ്റ് പറ്റില്ല, പക്ഷെ മാനസികമായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ പ്രോഗ്രാമും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും എൻഡിലാട്ടോ ഞാനൊക്കെ അവിടുന്ന് പോരുന്നത്, എന്തൊക്കെ പ്രോഗ്രാം അവിടെ നടക്കുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ വളരെ ചുരുക്കമായിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന ഓരോ പ്രോഗ്രാമാണ്. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വയ്യാണ്ട് ഞാൻ അവിടെ പോകാൻ കാരണം അതാട്ടോ. സന്തോഷിൻ്റെ കൂടെ ഒക്കെ ഞങ്ങൾ സെൽഫി എടുത്തിട്ടോ. എല്ലാ സെൽഫിയും ഫോട്ടോസൊക്കെ നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിച്ചു തരാം കേട്ടോ, ഷോർട്ട് വീഡിയോ ആയിട്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, ഇങ്ങനെ സന്തോഷം വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടാവൂലേ. പക്ഷെ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അതിൽ വന്ന ഒരു മനുഷ്യൻ പോലും ഇതിൽ എൻജോയ് ചെയ്യാത്തില്ല. കിടില അമ്മച്ചി വരെ ഇതിൽ ഡാൻസ് കളിച്ചു. അതൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പറ്റുന്ന പോലെ വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ച്. എന്താ അറിയോ, ഈ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ മുന്നിലെത്തിച്ചില്ലേ മോശമല്ലേ. നിങ്ങൾ കാരണം കിട്ടിയൊരു അംഗീകാരം, ആ അംഗീകാരം നിങ്ങളെ മുന്നിൽ അവിടെ എന്തൊക്കെ പ്രോഗ്രാമുകൾ നടന്നു, ആർക്കൊക്കെ മൊമെൻറ്റോ കിട്ടി, ഏതൊക്കെ ആൾക്കാർ അവിടെ പാട്ടുപാടി ഡാൻസ് കളിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഞാൻ ഓരോ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് അങ്ങ് എത്തിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ വളരെ മോശം. ഇതിന് മുന്നേ വി ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പിന് മുന്നേ അതും പൊള്ളിയേനു കേട്ടോ, പൊള്ളി വൈബായിരുന്നു. അപ്പോൾ അതും ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇതിൽ പ്രത്യേകത ഇതൊരു ഗസ്റ്റായിട്ട് എന്നെയും കൂടി പരിഗണിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്നൊരു ഇതായതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് യൂട്യൂബ് ചാനലിലേക്ക് വന്നത്. ഇനി നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്കും ചെയ്യണം എന്നുണ്ട്, പലരെയും സഹായിക്കുക. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആൾക്കാരുടെ സഹായത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി ആ സഹായങ്ങളില്ലാതെ എൻ്റെ കാലിൽ നിൽക്കാൻ എനിക്ക് കഴിയട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് സാജിദ ഒക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചാട്ടോ അവിടെ നിന്ന് പോകുന്നു, എല്ലാവരും ഒപ്പരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.